എൻ്റെ കുറച്ച് ഹോൾഡിങ്സ് ഉണ്ട്, കുറച്ച് നല്ല നല്ല സ്റ്റോക്കുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ എന്ത് ചെയ്യാം, എനിക്കിവിടെ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. ആരിസൂനെ പ്ലെഡ്ജ് ചെയ്തിട്ട് വിത്തൗട്ട് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഫണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാത്രമല്ല നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട്സും പ്ലെഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ആലീസ് ബ്ലൂവിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അഡീഷണലി ഫണ്ട് ആഡ് ചെയ്യാതെ ഇതെല്ലാം നമുക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഫണ്ടിന് വേണ്ടി നമുക്ക് കൂടുതൽ ഓഹരികൾ നമുക്ക് വാങ്ങിക്കാനും അത് ട്രേഡ് ചെയ്യാനും വേണ്ടി നമുക്ക് വിത്തൗട്ട് എനി മണി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. പല ആൾക്കാരും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഫണ്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി മെത്തേഡ് നോക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ടൂളാണ് പ്ലെഡ്ജ് എന്നുള്ള ടൂളാണ്. നമ്മൾ നേരത്തെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയുമായി തന്നെ പ്ലെഡ്ജിങ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സർ, ഇതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടാവും? പുറത്തുനിന്ന് എവിടെ നമ്മൾ മാർജിൻ ഫണ്ട് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിൽ എത്രയാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലൊരു 1 lakh rupees വരെ എനിക്ക് ഹോൾഡിംഗ് ഉണ്ട്. ആ ഹോൾഡിംഗിന് അഗേൻസ്റ്റ് ആണ് ഞാൻ മാത്രമാണ് ഫ്യൂച്ചേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അതിന് റിസ്ക് ഉണ്ട്, പക്ഷേ താരതമ്യം നമുക്ക് കുറവാണ്. കാരണം നമുക്ക് സെപ്പറേറ്റ് നമ്മൾ പുറത്തുനിന്ന് ബോറോ ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടൊന്നും നമ്മൾ ബോറോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എത്രയാണ് സ്റ്റോക്കുകൾ ആ ഇതിന് മാത്രം അഗേൻസ്റ്റ് ആണ് നമ്മളിവിടെ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കുന്നത്. സർ, ഇതിലെ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് ഇതിൽ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എല്ലാ സ്റ്റോക്കുകളും നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റില്ല. NSE ലിസ്റ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ സ്റ്റോക്സ് മോർ ദാൻ കുറേ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മൾ NSEയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ട് ആലിസ് ബ്ലൂവിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ റിസ്ക് വെച്ചാൽ പെർഫോം അല്ലാത്ത സ്റ്റോക്ക് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ നാളെ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ NSE ലിസ്റ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് A+ സ്റ്റോക്കുകൾ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.